ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ നമ്മൾ പോവാണ് സൈറ്റിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഗൈസ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മുടെ സൈക്കിളിന് കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിന്ന് കടയിലേക്ക് ശരിയാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അത് തന്നെ പറയണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡ് റെഡിയാക്കണം. സ്റ്റാൻഡ് ഇവിടെ വെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ പൊട്ടിയിട്ട് ഈ ഭാഗത്തൊക്കെ പൊട്ടിയിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റാൻഡ് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് നിൽക്കണേ. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. പിന്നത്തേന്ന് പറഞ്ഞാൽ ഡിസ്ക് ബ്രേക്ക് കുറവാണ്. പിന്നെ നമ്മുടെ സൈക്കിൾ ആകെ ചവിട്ടുമ്പോൾ നല്ല കാനും കട്ടിയൊക്കെ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ചങ്ങല മാറ്റണം. പിന്നെ ചങ്ങലയുടെ കണ്ണി കുറയ്ക്കണം. നേരത്തെ കൂട്ടിയതാണ്, നല്ല ടൈറ്റാണ് ഇത് കാരണം. പിന്നെ ഈ ബാക്കിലത്തെ ഈ റൗണ്ടില്ലേ ഈ സാധനം, ഈ ബാക്കിലത്തെ വീല് അത് മാറ്റിയിട്ട് നമ്മൾ ഫ്രീ വീലാക്കും. അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പെഡലൊന്ന് മാറ്റി വയ്ക്കണം. ഈ പെഡലെന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റ് കണ്ട അങ്ങനെ ബാക്കിലേക്ക് ആവുന്നില്ല, മറ്റുള്ള സൈക്കിളിൻ്റെയൊക്കെ ബാക്കിലേക്ക് ആവും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ. പിന്നെ ബെല്ല് മാറ്റണം. ബെല്ല് തുരുമ്പിച്ചിട്ടുണ്ട്. ബെല്ല് തുരുമ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്ന് ടൈറ്റ് ആക്കണം. ഇത് നല്ല ലൂസാണ്, ഇവിടെ നല്ല ടൈറ്റ് ആക്കണം. അപ്പോൾ അതൊക്കെയാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ വേറെ ഒന്നുമില്ല, അതൊക്കെയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. പിന്നെ 2 ടയറിൽ എയറടിക്കണം. അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ ഗ്രീസ് കൊടുത്ത് സെറ്റാക്കണം. പിന്നെ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ടോണി എന്നാണ്. നിങ്ങൾക്ക് കാണാം, ടോണി എന്നാണ്. വെയിലടിക്കുന്നവരെ കാണുമെന്നില്ലെന്ന് അറിയില്ല, നല്ല വെയിലുണ്ട്. ടോണി എന്നാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടയർ നല്ല അത്യാവശ്യം വലിയ ടയറാണ്, 2 ടയറ്. പിന്നെ ഇത് വടക്കാഞ്ചേരി ആ ഭാഗത്തു നിന്നായിട്ടാണ് വാങ്ങിയേക്കണേ കേട്ടോ. വടക്കാഞ്ചേരി ആ സെൻറ്ററിൽ നിന്ന് അവിടെ നിന്നാണ് വാങ്ങിയേക്കണത് ഈ സൈക്കിള്. പിന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞപ്പോൾ 10,000 രൂപയാണ് ഞാൻ മേടിച്ച് പോകുന്നത്. ഇപ്പോൾ കൂടിയോ കുറഞ്ഞൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് കടയിൽ കൊണ്ടുപോയിട്ട് വന്നിട്ട് നമുക്ക് കാണാം. ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് മാറിയിട്ടാ, ഇനി നമുക്ക് കടയിലേക്ക് മാത്രമേ കൊണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ നമ്മൾ പോവാണ് സൈറ്റിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ കടയിലേക്കാണ് പോകണത്. അപ്പോൾ കടയിലേക്ക് പോകും. ഞാൻ എങ്ങോട്ട് പോകണ്ടെങ്കിലും നല്ല ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ ഞാൻ മാത്രമേ ഇതിന് പോകാറുള്ളൂ, ബൈക്കും അമ്മയോടൊപ്പം അല്ലെങ്കിൽ പപ്പയോടൊപ്പം. ഇന്ന് ഞാൻ നമ്മുടെ സ്വന്തം സൈക്കിളാണ് എടുത്തേക്കണത്. ഞാൻ തൃശ്ശൂരാണ് എൻ്റെ വീട്. അപ്പോൾ തിരൂർക്കാണ് പോണത്. അവിടെ ഒരു സൈക്കിൾ കടയുണ്ട്, അവിടേക്കാണ് പോണത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ എത്തിയിട്ടാ, നമ്മൾ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. വോയിസ് കേൾക്കണമെന്നറിയില്ല. നമ്മൾ സൈക്കിൾ ഇവിടെ വെച്ചേക്കാണ് ഈ ചേട്ടൻ്റെ അടുത്ത്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളും റിക്കവർ ചെയ്ത് എടുക്കാൻ പോവാണ്. ടയറൊക്കെ മാറ്റാൻ പോവാണ്. ചവിട്ടി നീങ്ങണില്ല, അത് കാരണമാണ്. എന്നാൽ ഫുള്ള് റിക്കവർ ചെയ്ത് എടുക്കാൻ പോവാണ്. ബോളൊക്കെ ഇടാൻ പോവാണ്. അപ്പോൾ നമുക്ക് വേറെ സ്ഥലത്തും കൂടി പോവാണ്ട്. ഇത് 2 മണിക്കൂർ കഴിഞ്ഞ് എടുക്കാൻ കഴിയണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ എടുക്കാൻ വരുന്നതും കൂടി ഞാൻ ഇതിൽ വീഡിയോയിൽ കാണാം എന്തൊക്കെ പറയണേന്ന്. സൈക്കിൾ എടുക്കാൻ പോവാണ് കേട്ടോ. സൈക്കിളിൻ്റെ ഷോപ്പിലേക്ക് എത്തി. സൈക്കിളിൻ്റെ ഷോപ്പിലേക്ക് എത്തിയില്ല, 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വിളിച്ചത്. സൈക്കിള് ശരിയാക്കിയിട്ടാ, ഈ ചേട്ടനാണ് ശരിയാക്കിയിട്ട് വീട്ടിലേക്ക് എത്തിയിരിക്കാനുണ്ടാ. അപ്പം എന്തൊക്കെ ശരിയാക്കിയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഒക്കെ ഇങ്ങനെ തന്നെയുണ്ട്. പിന്നെ ബെല്ല് കിട്ടിയില്ല കേട്ടോ, അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അത് കൊണ്ടുവന്നിട്ട് വേണം. പിന്നെ നമ്മൾ ഈ സാധനം കണ്ട, ഇത് പുതിയതാക്കിയിട്ടുണ്ട്. ഈ സാധനം ഇതും ഇതേപോലെ തന്നെ മുന്നിലത്തെ സാധനം ഇത് പുതിയതാക്കിയിട്ടുണ്ട്, അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഡിസ്ക് ബ്രേക്ക് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് പൊട്ടിയനായിരുന്നു, അത് മാറ്റാൻ മറന്നു ഞാൻ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് നേരെ ആക്കിയിട്ടുണ്ട്, ഇപ്പോൾ നേരെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ആൾ ഓയിലും ഇങ്ങനെയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചങ്ങല മാറ്റിയിട്ടില്ല, അത് മാത്രമുള്ളൂ മാറ്റത്തെ. പിന്നെ പെഡലും മാറ്റിയിട്ടില്ല കേട്ടോ, പെഡൽ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോൾ ഇട്ടു. ഇതിൻ്റെ ഇതേപോലത്തെ ഒരു വീല് ഇല്ല, അതെന്താണ് ചെറിയ വീല്. ഈ സാധനത്തിൻ്റെ ഉള്ളിൽ 2-3 ബോളുണ്ട്. അപ്പോൾ ആ സാധനം പൊട്ടിയിട്ടാണ് ചവിട്ടിയിട്ട് നീങ്ങാത്തതെന്നാണ് പറയണത്. നല്ല ടൈറ്റ് ഉണ്ട്. പിന്നെ ടയറിൻ്റെ കുഴപ്പമാണ്. നമ്മൾ അടുത്ത പ്രാവശ്യം എന്തായാലും ടയർ മാറ്റണ വീഡിയോ ഇട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് ചേച്ചി സൈക്കിൾ ഇട്ടാ, മറ്റേ ലേഡി വീട്. അതുകൊണ്ട് എന്നെ മാറ്റിയതാണ്, ഇന്നല്ല അത് മിഞ്ഞങ്ങോട്ട് മാറ്റിയതാണ്. ഈ കൊട്ട തുരുമ്പ് പിടിച്ചിട്ട്. പിന്നെ ഇവിടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം എടുത്ത് ഓയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ
ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.